ഹായ്. നാട്ടിലെ ഒരു അപകടത്തിൻ്റെ കാഴ്ചയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ന് രാവിലെ അപകടത്തിൻ്റെ ദൃശ്യമാണ്. ഇത് ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഒരു ടൂ വീലറുമായിട്ട് കൂട്ടിയിടിച്ച കാഴ്ചയാണ്. ഇതാ നോക്കി, ഇതൊരു നോക്കി പ്രധാനപ്പെട്ട ഒരു റോഡിൽ നടന്ന അപകടത്തിൻ്റെ കാഴ്ചയാണ്. നോക്കൂ, ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് കഴക്കൂട്ടത്തിന് സമീപമുള്ള കാവൂട്ടുമുക്കിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കാവൂട്ടുമുക്കിന് തൊട്ടടുത്തായിട്ട് പാടിക്കവിളാകം ക്ഷേത്രത്തിനടുത്ത് ഒരു കർവുണ്ട്. കർവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. കാവൂട്ടുമുക്കിൽ നിന്ന് നേരെ കഴക്കൂട്ടം നാലുമുക്കിലേക്ക് കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു ചെറിയ കർവാകുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ ഒരു കർവ് എന്ന് പറഞ്ഞാൽ ആ കർവിൻ്റെ പ്രത്യേകത, ഈ നിങ്ങൾ നേരെ കാണുന്ന റോഡിൽ നിന്നും ആ വാഹനം വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വാഹനം ഇല്ല. നിങ്ങൾ ഇപ്പോൾ ആ ദൃശ്യം നോക്കൂ, ഈ കർവിൽ കാണാൻ കഴിയില്ല. ഞാൻ അപ്പുറത്തെ സൈഡിൽ ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ കാണാം. നോക്കൂ, അപ്പുറത്തുനിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ ഈ പോസ്റ്റ് കണ്ടോ, അപകടകരമായ നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് അവിടെ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഇതാ കാണുന്നുണ്ടോ, ഇപ്പോൾ നോക്കിക്കോളൂ, അവിടെ നിന്ന് വരുന്ന വാഹനം ഇങ്ങ് അടുത്തെത്തുമ്പോൾ മാത്രമായിരിക്കും ഇവിടെ ഉള്ളവർക്ക് കാണാൻ കഴിയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് ഈ വൈദ്യുതി പോസ്റ്റാണ്. ഇത് മറയുന്നത് കാരണം ഈ കർവിലേക്ക് കാവൂട്ടുമുക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, അതായത് രാവിലെ ഇതിന് തൊട്ടടുത്താണ് കിൻഫ്ര, ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ ടെക്നോ പാർക്ക് തുടങ്ങി പല മേഖലകളിലേക്കും കടന്നു പോകേണ്ടവർ വളരെ അത്യാവശ്യത്തിന് കടന്നു വരുന്ന ഇവിടെ ഈ റോഡ് കൂടി ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് കൂടി പോലും ഈ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നതാണ്. സ്ലിപ്പറി ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അപകടകരമായ പോസ്റ്റ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ പറ്റാതെ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ അപകടത്തിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന ഒരു ദൃശ്യം. വളരെ വലിയൊരു അപകടമാണ്. ഒരു കാറും ഈ കാണുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു. ആ പയ്യന് കാലിന് ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു പ്രതികരണം നിങ്ങൾ കേൾക്കാം. നമ്മുടെ പാടിക്കവിളാകം ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു അപകടകരമായ വളവ്. ഇന്ന് രാവിലെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത? കാരണം തീർച്ചയായും നമ്മളിപ്പം ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാര്യം ഡെയിലി ഇവിടെ ഒരുപാട് ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കാവൂട്ടുമുക്കും നമ്മളെ കഴക്കൂട്ടം തമ്മിൽ കണക്ട് ചെയ്യുന്ന മെയിൻ ഒരു റോഡാണ്. അതായത് ഇപ്പോൾ ഈ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. മെട്രോഡ് പ്രദേശങ്ങളിലുള്ള ഗതാഗത കുറിച്ച് കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണ്. ഇവിടെ നമ്മളിപ്പോൾ ഡെയിലി ഒരുപാട് ആക്സിഡന്റ് കാണുന്നു. ഇന്നും ഒരു പയ്യൻ ആക്സിഡന്റ് ഉണ്ടായി, ബൈക്കും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു, അവൻ്റെ കാല് ഫ്രാക്ചറായി. ഒരുപാട് സ്കൂളുകളും വില്ലകളും ഫ്ലാറ്റുകളും ഈ പാടിക്കോളം ക്ഷേത്രം തൊട്ടടുത്തുണ്ട്. എന്ന് തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങളിലോട്ട് ആൾക്കാർ പോയി അത് കണക്ട് ചെയ്യുന്ന റോഡാണ്. ഇവിടെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഈ വളവിലൊരു പോസ്റ്റ് അപകടകരമായ സാഹചര്യത്തിൽ നിൽപ്പുണ്ട്. നമ്മൾ ഇതിനു മുമ്പും അധികാരികളുടെ വിവരങ്ങൾ അറിയിച്ചാണ് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഇനി ഒരു മരണം നടക്കുന്നവരെ അവർ കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല തീർച്ചയായും. പക്ഷെ എന്ത് തന്നെ ആയാലും ഈ കാവൂട്ടുമുക്ക് ജംഗ്ഷനിൽ നിന്ന് കയറുമ്പോൾ നല്ല വൈഡായിട്ടുള്ള റോഡാണ്. അത് ഈ ഒരു പ്രദേശത്ത് എത്തിക്കുമ്പോഴേക്കും ഒരു നാരോ റോഡായിട്ട് മാറുന്നു. ആ ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരു അപകട സൂചന ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിററോ ഒരു റിഫ്ലക്ഷനോ സ്റ്റിക്കറോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് ഇതുവരെ നടപടി ഉണ്ടാകുന്നില്ല. അറിയിക്കേണ്ടവരെയൊക്കെ ഒരുപാട് വട്ടം അറിയിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ അപകടമല്ലല്ലോ. നിരവധി പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവസഹായം കൊണ്ട് ഒരുപക്ഷെ ഇതുവരെ മരണത്തിലോട്ട് പോയിട്ടില്ല. അതല്ല, ഒരുപാട് പേർക്ക് ഭയങ്കര മേജറായിട്ടുള്ള ഫ്രാക്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശം. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കൂടിയേ തീരുള്ളൂ. ഇത് KSEB അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഈ പോസ്റ്റ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്. അതായത് ഈ കർവിൻ്റെ അടുത്തൊരു കടയുണ്ട്. ആ കട അവരുടെ ഒരു ജീവനോപാധിയാണ്. അതിൻ്റെ മുന്നിലും പലപ്പോഴും വാഹനങ്ങൾ കൊണ്ടുവച്ചിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ വാങ്ങേണ്ട സാഹചര്യം വരാം. ആ സന്ദർഭത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്നു. നിരവധി, അതായത് 3-4 ക്ഷേത്രങ്ങൾ ഇതുവഴിയുണ്ട്. അപ്പോൾ രാവിലെ പല ആവശ്യങ്ങൾക്ക് നടക്കാൻ പോകുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഈ പ്രദേശത്ത് വെച്ച് അപകടത്തിൽപ്പെടുന്ന നിത്യസംഭവമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന ഈ വലിയൊരു അപകടം. ഇതാ കണ്ടോ, രാവിലെ മുഴുവൻ ഗതാഗത ബ്ലോക്കാണ്. ഇതല്ലെങ്കിൽ വെട്രോഡ് ജംഗ്ഷൻ വഴി പോയി കഴിഞ്ഞാൽ ഹൈവേയിൽ ചെല്ലും. അവിടെ ഇതിനേക്കാൾ ഗുരുതരമായ ഗതാഗത പ്രശ്നമാണ്. അപ്പോൾ പലർക്കും പെട്ടെന്ന് ഓഫീസുകളിൽ എത്താൻ, കഴക്കൂട്ടത്തെത്താനൊക്കെ ഏറ്റവും എളുപ്പ റോഡിലാണ് ഇങ്ങനെ ഒരു അപകട കെണിയുള്ളത്. അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിൽ നടപടി ഉണ്ടാകാതെ പോകരുത്. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെട്ടേ മതിയാകുള്ളൂ.